ഉണർച്ചയോടുകൂടിയുള്ള ഉറക്കമാണ് ധ്യാനം. ദ പ്രോസസ് ഓഫ് ഡൂയിങ് നത്തിങ് വിത്ത് ജാഗ്രത. മനസ്സിലായി? അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥ, പക്ഷേ ഉണർച്ചയോട് കൂടിയിട്ട്. മനസ്സിലായോ? ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യത്തെ ഓം ശാന്തി ബ്രഹ്മാണ്ടത്തിൽ ദൈവികമായി നിങ്ങൾക്കുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കും. രണ്ടാമത്തെ ശാന്തി ആന്തരികമായി നമുക്ക് ശക്തിയെ ഉണർത്തുവാൻ തടസ്സം നിൽക്കുന്ന ഭൗതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെ ഇല്ലാതാക്കും. മൂന്നാമത്തെ ശാന്തി നിങ്ങളുടെ ഉള്ളിലുള്ള തടസ്സങ്ങളെ മാറ്റും. അപ്പോൾ ഭൗതികമായ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഇരിക്കാൻ ശരിയായ ചെയറില്ല, ധ്യാനിക്കാൻ പറ്റിയില്ല, ഇരുന്നു പക്ഷേ ഫാനില്ല, കൊതുക് കടിച്ചു. ഇതൊക്കെ ഭൗതിക തടസ്സങ്ങളാണ്. ഇപ്പോൾ കാക്കകൾ ഒന്നിച്ച് വന്നു, നമ്മളെല്ലാവരും ധ്യാനം പോയി. അല്ല, കാക്കകൾ വന്നപ്പോഴൊക്കെ ഞാൻ അറിഞ്ഞില്ല, അപ്പം പിന്നെ നിങ്ങൾ ഉണർവിലല്ല എന്നർത്ഥം. ധ്യാനത്തിൽ പൂർണ്ണമായി ഇരിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു ശബ്ദം പോലും എവിടെയെങ്കിലും കേട്ടാൽ അപ്പം തടസ്സം ഉണ്ടാവും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങണമെന്നർത്ഥം. ഞാൻ ഒന്നും അറിയാതെ കണ്ണടച്ചിരിക്കുന്നു, അത് വെറുതെ പറയില്ല. ആ ഇരുത്തമല്ല, ശരീരത്തിലെ ഏത് അവയവങ്ങളുടെയും പ്രവർത്തനം ഷാർപ്പാകും ധ്യാനത്തിൽ. ചെറിയൊരു കാര്യം വന്നാൽ നമ്മൾ എന്താവും? അതൊന്നും ഉണരും. അതാണ് ഭൗതികമായ തടസ്സങ്ങൾ. ധ്യാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്ക് ഒരാൾ കുക്കർ അടിച്ചു. കുക്കർ അടിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെവി വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. മനസ്സിലായോ? ശരീരത്തിൽ പാൽക്കാരൻ വന്നു, അല്ലെങ്കിൽ ബെല്ലടിച്ചു, പേപ്പറുകാരൻ വന്നു, കണ്ണടച്ചിരിക്കുമ്പോൾ കണ്ണടച്ചിട്ട് നമ്മളിരിക്കും. പേപ്പറുകാരൻ വരും കേട്ടോ, അവിടെ ഇരിക്കണമെങ്കിലോ പേപ്പറുകാരൻ വരുന്നവരെ ധ്യാനം ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അപ്പോൾ ധ്യാനത്തിലിരിക്കാൻ പോകുന്ന സമയത്തുള്ള അവസാന ചിന്ത എന്താണോ അത് ധ്യാനത്തിൽ എന്ത് ചെയ്യും? പ്രൊജക്ഷനാവും. അപ്പോൾ ധ്യാനത്തിലിരിക്കാൻ പോകുന്നതിന് മുൻപ് എല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടേ ഇരിക്കാവും. മൂത്രമൊഴിക്കാൻ പോകണമായിരുന്നു, ഇനിയിപ്പോൾ ധ്യാനിച്ച് മതി എന്ന് പറയുമ്പോൾ ബാത്റൂം മാത്രമായിരിക്കും ധ്യാനത്തിൽ വരിക. ബാത്റൂം, ക്ലോസറ്റ്, മൂത്രമൊഴിക്കണത്, അതൊക്കെ തന്നെ ചിന്ത വരുള്ളൂ. വലിയ ആപത്താണത്. മൂത്രമൊഴിക്കാൻ പോകണമെന്ന് മൂത്രമൊഴിച്ച് വന്നിട്ടിരിക്കുക. മനസ്സിലായി? അല്ല, കുളിക്കാൻ പോകണമെന്ന് വിചാരിച്ചു, ഇനിയിപ്പോൾ പിന്നെ ആകാൻ പറഞ്ഞാൽ കുളിക്കണമായിട്ടുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെ വരുള്ളൂ. ധ്യാനിക്കാൻ പോകുന്നതിന് മുൻപ് മനസ്സ് കംപ്ലീറ്റ് എന്താവണം? ക്ലീൻ ആവണം. മനസ്സ് ക്ലീൻ അല്ലെങ്കിൽ ദയവ് ഇത് ധ്യാനിക്കരുത്, അത് ആപത്തുണ്ടാക്കും. അതുപോലെ കറക്റ്റായിട്ട് ഉറങ്ങാതെ ശരിക്കും ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളിലൊന്നും യോഗ ചെയ്യാൻ പാടില്ല. നാത്യശ്നുതോ നാത്തി നീചം എന്ന് പറയുന്ന പോലെ ഉറക്കം കറക്റ്റ് അല്ലാത്ത ദിവസങ്ങളിൽ ഒരു കാരണവശാലും യോഗയോ മറ്റും ചെയ്യാൻ പാടില്ല. ശരീരത്തിൻ്റെ ക്രമം കറക്റ്റാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് ആപത്തുണ്ടാവും. ശരീരത്തിൻ്റെ ഗ്രന്ഥികളെയും ശരീരത്തിൻ്റെ പേശികളെയും തമ്മിൽ എന്ത് ചെയ്യും? കുഴപ്പമുണ്ടാക്കും. നമ്മൾ പറയില്ലേ, മസിൽ പെയിനായി, വേദനയായിരുന്നു, മുട്ടുവേദനയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്താ? മാച്ചിങ് ഇല്ല. നിങ്ങളും ദൈവവും തമ്മിൽ മാച്ചാക്കലാണ് ധ്യാനം. അപ്പോൾ ശരീരത്തിൻ്റെ ഐറ്റങ്ങൾ തന്നെ മാച്ചിങ് ഇല്ലേ, പിന്നെ എങ്ങനെ ഇരിക്കും? മനസ്സിലായോ? ശരി. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ്, ഒരുപാട് സമയം ഇരുന്ന് കഷ്ടപ്പെടണ്ട,
5 മിനിറ്റ് കണ്ണടച്ച് ധ്യാനിക്കുക. അതിൽ1 മിനിറ്റൊക്കെ ചിലപ്പോൾ ദൈവികമായിട്ട് സമ്പർക്കം വരും. ഞാൻ അരമണിക്കൂറൊക്കെ ധ്യാനിക്കുന്നുണ്ടോ? അങ്ങനെ കാണും. വെളിച്ചം കാണും. എന്ത് വെളിച്ചം കാണും? ചുവപ്പ് കാണും. അപ്പോൾ ഉടനെ നിർത്തുക. മഞ്ഞ കണ്ടാലോ റെഡിയാവുക. പച്ച കണ്ടാലോ വടിവിടുക. അങ്ങനെ ലൈറ്റ് എങ്ങനെ തെളിഞ്ഞു? ഏത് ലൈറ്റ്? അപ്പോൾ മഞ്ഞ ലൈറ്റ് കണ്ടു, പച്ച ലൈറ്റ് കണ്ടു, ചുവപ്പ് ലൈറ്റ് കണ്ടു എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ചിന്തകളുടെ ഭാഗമാണ്. ധ്യാനത്തിൽ അങ്ങനെ ലൈറ്റൊന്നും കാണില്ല. ചിലരുണ്ട് ധ്യാനത്തിലിരുന്ന് അങ്ങനെ ചിലപ്പോൾ അറിയാതെ ഇരുന്ന ആൾ, ഇപ്പോൾ കൈലാസസ്വാമി ധ്യാനത്തിലിരുന്നാൽ നമ്മൾ പോയിട്ടൊന്നും എണീക്ക് പോലെ താടിയിൽ പിടിച്ച ആളങ്ങനെ പൊന്തും. ശരീരമില്ലാതെ ധ്യാനിക്കുമ്പോൾ. ധ്യാനത്തിൽ ശരീരബോധമില്ല. അപ്പോൾ എന്തായിരിക്കും? ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അങ്ങനെ ഒറ്റ കൈ കൊണ്ട് പൊന്തിക്കാൻ പറ്റും. മനസ്സിലായി? ചെയ്യേണ്ട ആവശ്യമില്ല. സന്യാസിമാർ ആഹാരം കഴിക്കാതിരിക്കുന്നത് വയറിന് അസുഖമുള്ളതുകൊണ്ടാണ്. അങ്ങനെ സന്യാസിമാർ ഭക്ഷണം വർദ്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്ഷണവും ദക്ഷിണയും ഒഴിവാക്കിയിട്ട് സന്യാസിമാർ ഒരു ചടങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഭക്ഷണവും ദക്ഷിണയും എന്താണ്? ദേവി എപ്പോഴും പറയാറുണ്ട്, എന്താണ്? അവകാശമാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ മാത്രമായി തീരരുത്. ശരീരത്തിന് എപ്പോഴും എന്തായിരിക്കണം? പുഷ്ടിയായിരിക്കണം. ശരീരത്തിനെപ്പോഴും ശക്തി ഉണ്ടാവണം. കർമ്മങ്ങളും ശ്രേഷ്ഠതമായ കർമ്മണേ എന്നാണ് പറയുന്നത്. അത്ത ആയാഹി വീതയെ ഗൃണാനോ ഹവ്യദാതയെ നിഹോദ സത്സി ബർഹിഷി ഇഷയത്തോർജയത്വ വായവസ്തു ഉപായവസ്ഥ ദേവോവസവിത പ്രാർപ്പയതു. ദേവോവസവിത പ്രാർപ്പയതു. ദൈവികമായ ഇടപെടൽ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ശ്രേഷ്ഠതമായ കർമ്മണേ, നിങ്ങളുടെ കൈകൾ കൊണ്ട് എന്ത് നടക്കണം? ഏറ്റവും ദിവ്യമായ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ നടക്കണം. കാരണം എന്താ? കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്യ. കർമ്മമാണ് ആദ്യമായിട്ട് ബ്രഹ്മാണ്ടത്തിലുണ്ടായത്. ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് എന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ ധ്യാനമാണെങ്കിലും പൂജയാണെങ്കിലും ഹോമമാണെങ്കിലും ഭജനയാണെങ്കിലും നടത്തപ്പെടുന്ന കർമ്മങ്ങൾ ശ്രേഷ്ഠമായിരിക്കണം. ആകെ 6 തരം ഉപാസനയുള്ളൂ. ഒന്നുകിൽ പൂജ, അല്ലെങ്കിൽ ജപം, അല്ലെങ്കിൽ ധ്യാനം, അല്ലെങ്കിൽ അഭിഷേകം, അല്ലെങ്കിൽ തർപ്പണം, അല്ലെങ്കിൽ അന്നദാനം. ഈ 6 തരം കർമ്മങ്ങളിലല്ലാതെ ക്രിയകളില്ല. അപ്പോൾ ഈ ക്രിയകൾ ശ്രേഷ്ഠതമായ, ശ്രേഷ്ഠം, ശ്രേഷ്ഠതരം, ശ്രേഷ്ഠതമം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ദിവ്യമാക്കിയാൽ മതി. കൊടുക്കുന്ന ഭക്ഷണം കുറച്ചാണെങ്കിൽ ചിരിച്ച് കളിച്ച് കൊടുക്കും. ചിലർ ചായ ഉണ്ടായിട്ട് അവിടെ വെച്ചിട്ട് ചായ ഇങ്ങനെ കൊടുത്താൽ ഗുരു ചായ കഴിക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ദിവ്യമായ വാക്കുകളിലൂടെ വരാം. ആ ചായക്ക് മധുരമിട്ടില്ലെങ്കിൽ മധുരം ഉണ്ടാവും. അവിടെ ഉണ്ട് ചായ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ചില ശിഷ്യന്മാരങ്ങനെയാണ്. അവിടെ വെച്ചിട്ട് ചായ കേട്ടോ എന്ന് പറഞ്ഞു. അതാ അവിടെ വെച്ചിട്ട് ചായ. ഇവിടെ അടുക്കളയിൽ നിന്ന് 1 മൈൽ ദൂരെ ഇരിക്കുന്നത്.
നായയ്ക്ക് വെച്ച് കൊടുക്കും പോലെ ആവരുത് ചായ വെച്ച് കൊടുക്കൽ. അതൊരു അന്നപ്രസാദം കൊണ്ട് കൊടുക്കുമ്പോൾ കഴിക്കും. ഞാനുണ്ടാക്കിയ അന്നം കഴിച്ച് എന്നെ ദിവ്യമാക്കും. വേണമെങ്കിൽ വേണമെങ്കിൽ തിന്ന്. തിന്ന് തകർന്നു പോകും. എന്താ പറയുക, ഭക്ഷണം കൊടുക്കുന്ന പോലെ. ഒന്നുകിൽ ഭക്ഷണം തകരണം, അല്ലെങ്കിൽ ഇവർ തകരണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന സമയത്തുള്ള നമ്മളുടെ മാനസിക നില വളരെ ദിവ്യമായിരിക്കണം, പവിത്രമായിരിക്കണം. പവിത്രമിതമുത്തമം. മനസ്സിലായോ? അതിനാണ് കർമ്മത്തിന് പവിത്രമോതിരിടുന്നത്. അയാളുടെ കൈകൊണ്ടുണ്ടാകുന്ന ചടങ്ങുകൾ പവിത്രമാക്കണം. പവിത്രൻ എന്ന് പേരുണ്ടാവും, പക്ഷേ ഏറ്റവും ദുഷ്ടനായിരിക്കും. പേര് പവിത്രനായിരിക്കും. ഒരിക്കലും ശാന്തമല്ലാത്ത ആൾക്ക് അയാളെ ശാന്തമാക്കാൻ നമ്മൾ എന്താ പേരിടുക? പ്രശാന്തൻ, പ്രശാന്താനന്ദ. അയാൾക്ക് ആ പേരിടുന്നത് എന്തുകൊണ്ടാണ്? അയാളൊന്ന് ശാന്തമാക്കാനാണ്. എന്നും ദേഷ്യപ്പെടുന്ന ഒരു മാതാജി ഉണ്ടെങ്കിൽ സൗമ്യാനന്ദ പേര്. മുഖത്ത് വളരെ ഭീകരമായ ദുഷ്ടഗുണങ്ങൾ തെളിയിക്കുന്ന മുഖമായിരിക്കും വിചാരിക്കും. സ്വാമി സുന്ദരാനന്ദ സരസ്വതി. മനസ്സിലായോ? ആ, ഇങ്ങനെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കട്ട സ്വരൂപമാണ്, ഒരിക്കലും ശുദ്ധമേ അല്ലായിരിക്കും. അയാൾക്ക് എന്താ പേരിടുക? ശുദ്ര വിഗ്രഹ സ്വരൂപൻ. ശുദ്ധ വിഗ്രഹ സ്വരൂപൻ പേര്. മനസ്സിലായി? എന്നും പുഞ്ചിരിയോടുകൂടി ശ്രീരാമനെ പോലെ കാണുന്ന ആൾക്കാർ രാമപ്രസാദ് ആനന്ദ. ഉറങ്ങുമ്പോഴും തിരിച്ചുകൊണ്ടാണ്. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ പേടിച്ചു. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നമ്മളുടെ സ്വരൂപത്തെ ഭഗവാനിലേക്ക് നമ്മൾ ലയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ നമ്മളുടെ കൈകൊണ്ടുകൊണ്ട് നടക്കണം. അതാണ് ഭൂരിവര സമ്പ്രദായം. ഇനി ഭഗവരക്കാരോ കിതവരക്കാരോ നന്ദവരക്കാരോ അവർ കർമ്മങ്ങൾ ചെയ്യില്ല, വേണ്ട. അവർ യജുർവേദികളല്ലോ, അവർ കർമ്മങ്ങൾ ചെയ്യുന്നില്ല, കാരണം അവർ യജുർവേദികളല്ല. നമ്മൾ യജുർവേദികളാണ്, പരശുരാമ ഗോത്രമാണ്. ഇപ്പോൾ പുരി പരമ്പരയിൽ അവർ ഭൃഗു ഗോത്രമാണ്, ഭാർഗവ ഗോത്രമല്ല. ഭൃഗു മഹർഷിയാണ് അവരുടെ ആചാര്യസ്ഥാനത്ത് ഗോത്രത്തിൽ വരിക. അപ്പം അവിടെ ഹംസമന്ത്രമൊന്നുമില്ല, ഓം നമോ നാരായണായ മാത്രമേ ഉള്ളൂ. അതോടെ കഴിഞ്ഞു. ഇന്ന് സന്യാസി മന്ത്രം തന്നിട്ടില്ല, ചോദിക്കും, കഷ്ടപ്പെടുന്നു വേണ്ട. അവരുടെ സമ്പ്രദായത്തിൽ ആകെ ഉള്ള അഷ്ടാക്ഷരിയിൽ ഒതുങ്ങി. സരസ്വതി പരമ്പരയിൽ സരസ്വതി പേരുള്ള ആൾക്കാർക്ക് സന്യാസ ദീക്ഷയും സന്യാസ മന്ത്രവും ഹംസഗായത്രിയുണ്ട്.
അതുകൊണ്ടാണ് ഈ സന്യാസിമാർ ലോകം മുഴുവൻ തിളങ്ങുന്നത്. ദേവന്മാരുടെ മൂലമന്ത്രത്തിൽ ഒതുങ്ങിയിട്ട് അവിടെ നിന്നു. പുരി പരമ്പരയിൽ പുരി സന്യാസിമാരെല്ലാം ഒരു ജഗന്നാഥപുരി മഹാവിഷ്ണുവോടെ കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ചാടാനില്ല. യജുർവേദികളാണ് നമ്മളെങ്കിൽ ഋഗ്വേദികളാണ് അവർ. പക്ഷേ ആ ഋഗ്വേദത്തിൽ തന്നെ അങ്ങനെ നിൽക്കും. മനസ്സിലായോ? ഇപ്പം ഭൂരിപര സമ്പ്രദായക്കാരായ നമ്മൾക്ക് ഗായത്രി മന്ത്രമുണ്ട്, ബ്രഹ്മോപദേശമായിട്ട് മൂലമന്ത്രം വേറെയുണ്ട്, സോഹം ഹംസ ഉണ്ട്. അപ്പോൾ നമുക്കിതുണ്ടാവുമ്പോൾ അവരോട് പോയി നിങ്ങൾക്ക് എന്താ മൂലമന്ത്രം ചോദിച്ചാൽ അവർക്കുണ്ടാവില്ല. വേണ്ട, അവർക്ക് അത്രയേ ഉള്ളൂ, അത് മതി. ചിലർക്ക് ഓം നമഃശിവായ മാത്രം. ഇപ്പോൾ ശൈവ സിദ്ധാന്തത്തിൽ എല്ലാവർക്കും എന്താ ഓം നമഃശിവായ മാത്രമേ ഉള്ളൂ, അതോടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ സമ്പ്രദായപ്പടി ഏറ്റവും ഉത്തമമായി നിൽക്കുന്നതാണ് നമ്മളുടെ പരമ്പര. ഓ